ഹായ് മക്കളെ, അപ്പോൾ 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, അതായത് മൂലകങ്ങളും സംയുക്തങ്ങളും, അതിലെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇതിൽ പറയുന്നത്. ആറ്റം അതേപോലെ തന്നെ മോളിക്യൂൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ശരിക്കും നമുക്ക് ഇതിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാവർക്കും എന്താണ്, ഓക്സിജൻ്റെ ആറ്റമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് എന്താണ്, ഓക്സിജൻ്റെ ആറ്റമാണ് കേട്ടോ, ഓക്സിജൻ്റെ ആറ്റമാണ്. എന്നാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ഓക്സിജൻ്റെ ഒരു ആറ്റമുണ്ട്, രണ്ട് ആറ്റം ഉണ്ട്. അതായത് രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടായതാണ് എന്ത്, O2 എന്ന് പറയുന്നത്. ഈ O2 നമ്മൾ പറയുക മോളിക്യൂൾ എന്നാണ് പറയുക, അതായത് തന്മാത്ര എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് എന്ത്, മോളിക്യൂൾ എന്ന് പറയാം. ഇവിടെ O2 എന്ന് പറഞ്ഞാൽ O2 ഈസ് എ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. എന്താണ് കാരണം, രണ്ട് O ഉണ്ട് ഇവിടെ, ഒരു ഓക്സിജനും വേറെ ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്ത് O2 ഉണ്ടായി. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കിയാൽ N എന്ന് പറഞ്ഞാൽ അത് നൈട്രജൻ്റെ ആറ്റമാണ്. N ഈസ് എ സിംബൽ ഓഫ് നൈട്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ N നൈട്രജൻ്റെ ആറ്റമാണ്. ഇവിടെ ഒരു എന്നും വേറെ എന്നും തമ്മിൽ കമ്പൈൻ ചെയ്തു, നൈട്രജൻ്റെ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് N2 എന്ന് പറയുന്ന ആളുണ്ട്. ആ N2 എന്താണെന്ന് അറിയോ, ഇറ്റ് ഈസ് എ മോളിക്യൂൾ ഓഫ് നൈട്രജൻ, നൈട്രജൻ്റെ മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്, ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാകും. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ N എന്ന് പറയുന്ന ഒരു നൈട്രജൻ ആറ്റമുണ്ട്, വേറെ നൈട്രജൻ ആറ്റമുണ്ട്. ഇവിടെ ഉള്ള പ്രത്യേകത, ഈ രണ്ടാറ്റങ്ങൾ തമ്മിൽ യാതൊരു ബന്ധം ഉള്ളതായി തോന്നുന്നില്ല, രണ്ടാറ്റങ്ങൾ തമ്മിൽ ബന്ധമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇത് 2 ഫ്രീ ആറ്റംസ് ഓഫ് നൈട്രജൻ എന്ന് പറയും. നൈട്രജൻ്റെ ഫ്രീ ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2n എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. 2n എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നൈട്രജൻ്റെ രണ്ട് ആറ്റങ്ങൾ ഉണ്ടെന്നർത്ഥം. ഈ 2 മീൻസ് ഹൗ മെനി നമ്പർ, എത്ര എണ്ണം ഉണ്ട്, അതാണ് 2ൻ്റെ ഉദ്ദേശം കേട്ടോ. 2n മീൻസ് n 2 എണ്ണം ഉണ്ടെന്നർത്ഥം. ഇതാ 2n റെഫേഴ്സ് 2 ഫ്രീ നൈട്രജൻ ആറ്റംസ്, രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഇവിടെ നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ആറ്റമുണ്ട്, തേർഡ് ആറ്റമുണ്ട്, 3 ആറ്റങ്ങളുണ്ട്. ഇവയുടെ പ്രത്യേകത, ഈ 3 എണ്ണം ഇൻഡിപെൻഡൻ്റ് ആണ്, കണക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്ന് അറിയാം, ഇതിനെ എന്താണ്, 3 നൈട്രജൻ ആറ്റംസ് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് 3n എന്ന് എഴുതാം. 3n, n ഫോർ നൈട്രജൻ, 3 ഫോർ ദ നമ്പർ, എത്ര എണ്ണം ഉണ്ടല്ലോ. ഓക്കെ, 3n റെഫേഴ്സ് ടു 3 ഫ്രീ നൈട്രജൻ ആറ്റംസ്, 3 സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നോക്കി വെക്കണം കേട്ടോ. ഇതാ വീണ്ടും ജസ്റ്റ് ഒന്നും കൂടി പറയുന്നുണ്ട്. n എന്ന് പറഞ്ഞാൽ 2 എണ്ണം ആറ്റങ്ങളാണ്, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, 2 എന്ന് പറയണ്ട, 2 എന്ന് പറയാം. അത് കണ്ടുറപ്പിച്ചോ, 2 എണ്ണം ഫ്രീ ആണെന്നർത്ഥം, 2n ഉണ്ടെന്നർത്ഥം. ഓക്കെ, ഇനി ഇത് നോക്കിയോടാ, ഇവിടുത്തെ കേസിൽ ഇതും നൈട്രജൻ ആണ്, ഇതും നൈട്രജൻ ആണ്, രണ്ടു പേരും നൈട്രജൻ്റെ ആറ്റങ്ങളാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ദീസ് 2 ആർ കണക്റ്റഡ്. ഇവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്, കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ റെപ്രസെൻ്റ് ചെയ്യുക N2 എന്നാണ് പറയാം. N2 അതായത് രണ്ട് എണ്ണകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ലേ, N2 എന്ന് പറയും. സോ ഇറ്റ് ഈസ് എ മോളിക്യൂൾ. ഇതാ N2 എന്നാണ് പറയുക. N2 എന്താണ്, നൈട്രജൻ മോളിക്യൂൾ ഫോർമഡ് ബൈ 2 ആറ്റംസ്, രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടായ ഒരു നൈട്രജൻ്റെ മോളിക്യൂളാണിത്. ഓക്കെ ആണല്ലോ. ഇതാ ഇവിടെ നോക്കിയടാ, ഇവിടെ ഇത് n ആണ്, ഇതും n ആണെന്ന് കരുതാം, ഇതും n ആണ്, ഇതും n ആണെന്ന് കരുതാം. അപ്പോൾ ഇവിടെ തമ്മിൽ കണക്ഷൻ ഉണ്ട്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് N2 എന്ന് എഴുതാം, കാരണം കണക്ഷൻ ഉണ്ട്, ബോണ്ടിങ് ഉണ്ട്. ഇവിടെയും N2 എന്ന് എഴുതാം, രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പോൾ N2 N2. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ N2വിൻ്റെ രണ്ട് ആൾക്കാരുണ്ടെന്ന് അർത്ഥം. സോ വി ക്യാൻ സേ മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ രണ്ടെണ്ണം ഉണ്ട്, അതായത് N2 ഒരെണ്ണമുണ്ട്, വേറെ N2 ഉണ്ട്. അപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമുക്കിതിനെ ഇങ്ങനെ എഴുതും, 2n2 എന്ന് എഴുതും. 2n2 റെഫേഴ്സ് 2 നൈട്രജൻ മോളിക്യൂൾസ്. അപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നമ്പർ ഓഫ് ആറ്റംസും നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ബേസിക് ഉള്ള കാര്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ 3O2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓക്സിജൻ. O2 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് അറിയാലോ, ഇറ്റ് ഇസ് ദ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ മോളിക്യൂളാണ് O2 എന്ന് എഴുതുന്നത്. ഈ നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു, 3 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കൗണ്ടാണ് അല്ലേ. അപ്പോൾ നോക്കിയടാ, 3O2 എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, 3 ഓക്സിജൻ മോളിക്യൂൾസ്, ഓക്സിജൻ്റെ 3 തന്മാത്രകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആറ്റംസിൻ്റെ കാര്യം വരുന്നുണ്ട്. അതെന്തായാലും ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ തന്നെ 5Cl2 എന്ന് പറഞ്ഞു വരുന്നത്, 5Cl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, ക്ലോറിൻ്റെ മോളിക്യൂൾ
5 ഉണ്ടെന്ന് അർത്ഥം. ക്ലോറിൻ്റെ മോളിക്യൂള് 5 ഉണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതാ ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത്? മോണോ ആറ്റോമിക് മോളിക്യൂൾസ്. കണ്ട നമ്മുടെ പാവാൻ സോണിക്ക് ഒറ്റയ്ക്ക് പോകണം. കണ്ട 2 ഫോട്ടോസാണ് ഉള്ളത്, പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക്, 2 പേര് ഇൻഡിപെൻഡൻ്റ് ആണ്. കേട്ടോ, അതെ ഇയാൾ വർക്കൗട്ട് ഒന്നും ഇരിക്കുക, സ്ട്രെച്ച് ഒന്നും ഇരിക്കുക, ഓടി വന്നിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത്. കണ്ട, അപ്പോൾ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് പറയും? മോണോ എന്ന് പറയും. അതായത് മോളിക്യൂൾസ് വിത്ത് ഓൺലി 1 ആറ്റം, ഒരു ആറ്റമുള്ള തന്മാത്രകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഏകാറ്റോമിക തന്മാത്രകൾ, അല്ലെങ്കിൽ മോണോ ആറ്റോമിക് എന്ന് പറയും. ഓക്കെ, ഇനി എക്സാമ്പിൾ ആണ് ഹീലിയം, അതേപോലെ തന്നെ ആർഗൺ. He ഹീലിയം, Ar for ആർഗൺ, രണ്ടുപേരും എക്സാമ്പിൾസ് ആണ്, കാരണം ഒരു ആറ്റമേ ഉള്ളൂ. ഓക്കെ, ഇതാ ഇവിടെ നോക്കിയടാ 2 പേരുണ്ട് അല്ലേ, 2 പേരും തമ്മിൽ ഗുസ്തി കാണിച്ചുകൊണ്ടിരിക്കുക. 2 ഉണ്ട്. സോ 2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 2 ആറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഡയാറ്റോമിക് എന്ന് പറയുന്നു. ഡയാറ്റോമിക് മോളിക്യൂൾസ് വിത്ത് 2 ആറ്റംസ് ഈച്ച് ആർ കോൾഡ് ഡയാറ്റോമിക്. അപ്പോൾ ആ കാര്യം കൃത്യം നോട്ട് വയ്ക്കുക കേട്ടോ. എക്സാമ്പിൾ Cl2, അതേപോലെ തന്നെ O2. 2 പേരുടെ കേസിൽ 2 ആറ്റങ്ങളുണ്ട്. Cl2 എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, O2 എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, O+O. ഓക്കെ, ഇനി ചിലപ്പോൾ 2ൽ കൂടുതൽ ആൾക്കാർ വരും. കേട്ടോ, എന്തോരം ആൾക്കാർ വരുന്നത്? കുറേ പേരുണ്ടല്ലോ അല്ലേ, 2ൽ കൂടുതലുണ്ടല്ലോ, മോർ ദാൻ 2 ഇല്ലേ? അങ്ങനെ മോർ ദാൻ 2 വന്നാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? പോളി ആറ്റോമിക് എന്ന് പറയും. ബഹു ആറ്റോമിക തന്മാത്രകൾ. മോളിക്യൂൾസ് വിത്ത് മോർ ദാൻ 2 ആറ്റംസ് ആർ കോൾഡ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്. 2ലധികം ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബഹു ആറ്റോമിക തന്മാത്രകൾ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ P4 ആൻഡ് S8, ഫോസ്ഫറസും സൾഫറും. കേട്ടോ, 4 ഉണ്ട്, അതേപോലെ ഇവിടെ എന്തുണ്ട്? 8 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം ജസ്റ്റ് കേട്ടോ. ഓക്കെ, സെറ്റാണല്ലോ എല്ലാവരും? നോക്കാൻ സെറ്റാണെങ്കിൽ അടിച്ചോ. ഇതാ വരുന്നത് എക്സാമ്പിൾസ് നോക്കിയാടാ. ഇപ്പോൾ മോളിക്യൂൾ ഹീലിയം എത്ര ആറ്റംസ് ഉണ്ട്? 1 ഉള്ളൂ. സോ എന്തിൽ പെടും? മോണോ ആറ്റോമിക് എലമെൻ്റ് ആണ്. മോണോ ആറ്റോമിക് എലമെൻ്റ് ആണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ O2 എന്ന് പറയുമ്പോൾ എന്തുണ്ട്? 2 ആറ്റംസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഡയാറ്റോമിക് എലമെൻറ്റ്സ്, ദ്വയാറ്റോമിക് എന്ന് പറയും. S8 എത്ര? 8 ആറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തിൽ പെടുന്നത്? ബഹു ആറ്റോമികം. H2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. സോ ഡയാറ്റോമിക്. ഇപ്പോൾ ഇതേ രീതിയിലൊന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് കൂടുതലുണ്ട്, വേഗം നോക്കി വയ്ക്കുക. P4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആറ്റംസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് പോളി ആറ്റോമിക്, ബഹു ആറ്റോമിക മൂലകം. നിയോൺ ആണെങ്കിൽ ഓൺലി 1 ആറ്റം, സോ മോണോ ആറ്റോമിക്. Cl2 ആണെങ്കിൽ 2 ആറ്റംസ്, സോ ഡയാറ്റോമിക്. Ar ആണെങ്കിൽ 1, മോണോ ആറ്റോമിക്. O3 ആണെങ്കിൽ 3 ഉണ്ട്, ദാറ്റ് മീൻസ് മോർ ദാൻ 2, 2ൽ കൂടുതലുണ്ട്. അപ്പോൾ എന്തിൽ പെടും? പോളി ആറ്റോമിക്, അല്ലെങ്കിൽ ബഹു ആറ്റോമിക മൂലകം എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണത് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിവിടെ ഇതെടുത്തു, ഞാനിവിടെ CO2 എന്ന് എഴുതി കഴിഞ്ഞാൽ, CO2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ടാവും. ഇതൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ മോളിക്യൂളാണ് കേട്ടോ. ഇവിടെ സൈഡിലൊന്നുമില്ല, കണ്ട 1 അങ്ങനെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഇത് 1 മോളിക്യൂൾ ഓഫ് CO2 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 1 മോളിക്യൂളാണ്. അതേപോലെ ഞാൻ H2O എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇത് 1 മോളിക്യൂൾ ഓഫ് H2 ആണ്. H2 അല്ലെങ്കിൽ വാട്ടറിൻ്റെ 1 മോളിക്യൂളാണ്. ഇനി ഞാനിവിടെ NH3 എന്ന് പറയുന്ന ഒരാളാണ്. ഇത് അമോണിയാണ്. നിങ്ങൾ ഭാവിയിൽ പഠിക്കും. NH3 എന്ന് പറയുന്ന ഒരാളുണ്ട്, അമോണിയ. ഇവിടുത്തെ കേസിലും എന്താണ്? 1 മോളിക്യൂൾ ഓഫ് NH3 ആണുള്ളത്. 1 മോളിക്യൂൾ. ഓക്കെ, ഒരെണ്ണമുള്ളൂ. അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ 2 CO2 എന്ന് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 2 മോളിക്യൂൾ ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ ഇത് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൗണ്ടാണ്. അതേപോലെ ഞാൻ 2H2 അല്ലെങ്കിൽ 3H2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? വാട്ടറിൻ്റെ 3 മോളിക്യൂളുണ്ട്, H2O-ൻ്റെ 3 മോളിക്യൂൾ ഉണ്ടെന്ന് അർത്ഥം. പക്ഷേ ഞാനിവിടെ എഴുതിയിരിക്കുന്ന എല്ലാത്തിലും, ഞാനിപ്പോൾ എഴുതിയ എല്ലാത്തിലും എന്ത് മാത്രമേ ഉള്ളൂ? ഓരോന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം എന്താണ്? സിംഗിൾ മോളിക്യൂളാണ്. അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 1 മോളിക്യൂള്, വാട്ടറിൻ്റെ 1 മോളിക്യൂള്, അമോണിയയുടെ 1 മോളിക്യൂള്. അങ്ങനെ 1 മോളിക്യൂളുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേർഡ്, അതിന് പറയുന്ന പേരാണെന്ത്? കെമിക്കൽ ഫോർമുല എന്ന് പറയാം. കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ റെപ്രസെൻറ്റ്സ് 1 മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ 1 തന്മാത്രയെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? തന്മാത്ര രാസസൂത്രം എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. അതുപോലെ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുലയാണെന്നത് H2O. അമോണിയയുടെ കെമിക്കൽ ഫോർമുലയാണത് NH3. അതേപോലെ ഓക്സിജൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ കെമിക്കൽ ഫോർമുലയാണെന്ത്? O2. ക്ലോറിൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ കെമിക്കൽ ഫോർമുലയാണെന്ത്? Cl2. മനസ്സിലായല്ലോ? ഇതാണ് കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഡിയ. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. ഇത് എക്സാമ്പിൾസ് വരുന്നുണ്ട് കുറേ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു,
ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ ആകെ എത്രയേ ഉള്ളൂ, ഒരു മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉള്ളൂ, ഒരു മോളിക്യൂൾ കണ്ടോ, ഇവിടെ ഒരു മോളിക്യൂൾ ഉള്ളൂ. അതുപോലെ വാട്ടർ H2 കൊടുത്തു, ഇവിടെയും ഒരു H2 ഉള്ളൂ, ഒരു മോളിക്യൂൾ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ഫോർമുല. ഇവിടെ നോക്കി, അതുപോലെ മീഥേൻ എടുത്തു CH4, അതിൻ്റെ കേസിൽ എന്തുള്ളൂ, ഒരാളേ ഉള്ളൂ, ഒരു CH4 ഉള്ളൂ കേട്ടോ, CH4 എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ നമ്പർ ഇല്ല. ഇപ്പോഴത്തെ നമ്പർ 2 ഉണ്ടെങ്കിൽ എന്താണ്, 2 എണ്ണം അർത്ഥം, 2 ഉണ്ടെങ്കിൽ 2 എണ്ണം, പക്ഷേ ഇവിടെ അതില്ലല്ലോ, അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ സിംഗിളായിട്ടുള്ള ഒരു മോളിക്യൂൾ ആണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ SO2 എന്ന് പറഞ്ഞാൽ അത് SO സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. അതുപോലെ തന്നെ CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് കേട്ടോ. CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. H2 എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എന്ത്, CO2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ എന്താണ് കെമിക്കൽ ഫോർമുല എന്നുള്ളത് പഠിച്ചു വയ്ക്കുക കേട്ടോ. കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ റെപ്രസെൻറ്റ്സ് 1 മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ്. തന്മാത്ര രാസസൂത്രം ഒരു പദാർത്ഥത്തിൻ്റെ ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഇതാ വരുന്നു കെമിക്കൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട്സിന് ജസ്റ്റ് എക്സാമ്പിൾസ് ഉണ്ട് നോക്കിയാൽ. നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നൈട്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. നൈട്രജൻ്റെ സിമ്പിൾ നമുക്കറിയാം N ആണ്, ഓക്സിജൻ്റെ സിമ്പിൾ O ആണ്. ഇനി ഈ പറഞ്ഞ നൈട്രിക് ഓക്സൈഡിൽ നൈട്രജൻ ഒരെണ്ണം ഉണ്ട്, ഓക്സിജൻ എത്രയുണ്ട്, ഒരെണ്ണം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ കെമിക്കൽ ഫോർമുല എന്ത് വരും, NO എന്ന് വരും. അപ്പോൾ NO എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണത്, കെമിക്കൽ ഫോർമുല ഓഫ് നൈട്രിക് ഓക്സൈഡാണ്. അതേപോലെ തന്നെ അമോണിയ എടുക്കുകയാണെങ്കിൽ അമോണിയയിൽ നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. നൈട്രജൻ N ആണ്, ഹൈഡ്രജൻ H ആണ്. നൈട്രജൻ്റെ കൗണ്ട് 1 ആണ്, ഒരു നൈട്രജനും. ഹൈഡ്രജൻ എത്രയുണ്ട്, 3 ഉണ്ട്. സോ റെപ്രസെൻറ്റേഷൻ വരും NH3 എന്ന് വരും. സോ NH3 ആണ് എന്ത്, കെമിക്കൽ ഫോർമുല ഓഫ് അമോണിയ, രാസസൂത്രം. ഓക്കെ, ഇതേ രീതിയിൽ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണല്ലോ? ദെൻ അപ്പോൾ ഇനി പറയാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. അതായത് ഇത് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഉറപ്പുള്ള ഭാഗമാണ്. ഞാൻ ഓൾറെഡി നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞില്ല, ആ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ Cl2 എന്ന് എഴുതി കഴിഞ്ഞാൽ, Cl2 നമുക്കറിയാം അത് ക്ലോറിൻ്റെ എന്താണ്, മോളിക്കൂളാണ് അല്ലേ. Cl2 എന്ന് പറഞ്ഞാൽ 1 മോളിക്യൂൾ ഓഫ് ക്ലോറിൻ ആണ്. 1 മോളിക്യൂൾ ക്ലോറിൻ്റെ ഒരു തന്മാത്രയാണ് ക്ലോറിൻ. ഓക്കെ, ക്ലോറിൻ്റെ ഒരു തന്മാത്രയാണ്, 1 മോളിക്യൂൾ ഓഫ് ക്ലോറിൻ ആണ്. 2 Cl2 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ അർത്ഥം, 2 മോളിക്യൂൾ ഓഫ് ക്ലോറിൻ ആണ്, 2 എണ്ണം, 2 മോളിക്യൂൾ ഓഫ് ക്ലോറിൻ, ക്ലോറിൻ്റെ 2 തന്മാത്രകൾ. ഓക്കെ ആണല്ലോ? ഇനി പറയാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുക, ഞാനിവിടെ മോളിക്യൂളിൻ്റെ കൗണ്ട് അല്ലാണ്ട് ആറ്റങ്ങളുടെ കൗണ്ട് എഴുതാൻ പോകണം കേട്ടോ. അതായത് നമ്പർ ഓഫ് ആറ്റംസ് എഴുതാൻ കരുതാം. നമുക്കറിയാം Cl2 എന്ന് പറയുന്ന മോളിക്യൂൾ എങ്ങനെയുണ്ടായത്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ Cl എന്ന് പറയുന്ന ഒരാളും വേറെ Cl തമ്മിൽ ബോണ്ടിങ് വന്നിട്ടാണ് എന്തുണ്ടായത്, Cl2 ഉണ്ടായത് അല്ലേ. അപ്പോൾ 2 Cl തമ്മിൽ ബോണ്ടിങ് വന്നപ്പോഴാണ് എന്തുണ്ടായത്, Cl2 ഉണ്ടായത്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ 2 ആറ്റംസ് ഓഫ് Cl ഉണ്ട്, 2 ആറ്റംസ് ഓഫ് Cl. ക്ലോറിൻ്റെ 2 ആറ്റങ്ങളുണ്ട് ഇവിടെ. അതേസമയം ഇവിടെയാണെങ്കിൽ എങ്ങനെ വരും, ഈ 2 Cl അർത്ഥം അറിയോ, ഒരു Cl2 എന്ന് പറയുന്ന മോളിക്യൂളിൽ 2 ആറ്റങ്ങളുണ്ട്. ഈ Cl2 എന്ന് പറയുന്ന ആൾ എത്ര ആറ്റംസ് ഉണ്ടാവുമെന്ന് അറിയോ, അത് കണ്ടുപിടിക്കാനായിട്ട് ലോജിക്ക് ഉപയോഗിച്ച് കിട്ടും. ലോജിക്ക് അല്ലാണ്ട് എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ചെയ്താൽ മതി. ഈ 2 ലെഫ്റ്റ് സൈഡിലുള്ള 2, ആ 2 ഇൻറ്റു ഈ Cl2 ഇടയിൽ 2 ഇല്ലേ, 2 ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും, 4. അപ്പോൾ ഇവിടെ 2 Cl2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 ആറ്റംസ് ഉണ്ടെന്ന് അർത്ഥം, 4 ആറ്റങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. ഇതേ രീതിയിൽ പഠിച്ചേക്കുക, 4 ആറ്റംസ്. ഓക്കെ, വേറെ ഒന്നും പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ O2 കൊടുത്തു. O2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ, 2 ആറ്റംസ് ആണുള്ളത്, 2 എണ്ണം ഉള്ളത്. ഞാനിവിടെ 3 O2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഹൗ മെനി ആറ്റംസ് വെച്ച് എന്താ ചെയ്യേണ്ടത്, ഈ 3 3, ആ 3 ഇൻറ്റു ഈ 2 ചെയ്യുക, എത്ര കിട്ടും, അപ്പോൾ 6 കിട്ടും. 6 ആറ്റംസ് എന്ന് വരും. അപ്പോൾ 6 ആറ്റംസ്. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനിതിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റുള്ള സംഭവം വരാം. ഇതാ വരുന്നു. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 3 CO2. അതായത് 3 CO2 എന്ന് പറയുന്ന നമ്മുടെ കോമ്പൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 3 മോളിക്യൂൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇതിൽ ആറ്റങ്ങളാണ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കണം. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ എളുപ്പമാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ. എങ്ങനെ വരുന്നത്, 3 CO2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ നമ്പറാണ് എന്ത്, മോളിക്യൂളിൻ്റെ എണ്ണം. സോ വി ക്യാൻ റൈറ്റ് 3 മോളിക്യൂൾസ്, 3 തന്മാത്രകൾ ഉണ്ടെന്ന് കിട്ടി, 3 ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. അത് ക്ലിയർ ആയി. ഓക്കെ ആണല്ലോ. ഇനി കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്, എത്ര ആറ്റങ്ങൾ ഉണ്ടെന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം CO2 എന്ന് പറഞ്ഞാൽ അതിൽ C ഉണ്ട്, O ഉണ്ട്, കാർബണിൻ്റെ ആറ്റങ്ങളുണ്ട്, ഓക്സിജൻ്റെ ആറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ 3CO2 ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കേണ്ടതാണ്. അതിൽ എഴുതാൻ പോകുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് C, കാർബണിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം. എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 3 ഈ 3യുടെ പ്രത്യേകത ഈ 3 സിക്കും ഓയ്ക്കും ബാധകമാണ്. ഈ മൂന്നിൻ്റെ പ്രത്യേകത സിക്കും ഓയ്ക്കും ബാധകമാണ്. അപ്പോൾ സിയുടെ എണ്ണം ചോദിക്കുക നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയോ? 3 ഇൻറ്റു കാർബണിൻ്റെ അടിയിൽ ഇവിടെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് അർത്ഥം? 1 ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ 1 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ 1 ഇടാം. 3 × 1 = 3 എന്ന് എഴുതി. അതേപോലെ ഓക്സിജൻ്റെ ഇതും എന്ത് വരും? ഓക്സിജൻ്റെ സമയത്ത് ഈ 3 ഇല്ലേ ലെഫ്റ്റ് സൈഡിൽ 3, ആ 3 ഓൾറെഡി കോമൺ ടു C ആൻഡ് O എന്ന് പറഞ്ഞു. അപ്പോൾ 3 ഇൻറ്റു ഇനി ഓക്സിജൻ്റെ അടിയിൽ 2 വെക്കണേണ്ട, ഈ 2 ആ 2 ഗുണിക്കുക. അപ്പോൾ 3 കിട്ടും? 6 കിട്ടും. ഓക്കെ, ടോട്ടൽ എന്ത് കിട്ടും? 6 + 3 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 ആറ്റംസ് ആണെന്ന് കിട്ടി. 3CO2 എന്ന് പറയുന്നത് നമ്മുടെ കോമ്പൗണ്ടിൽ 9 ആറ്റംസ് ഉണ്ടെന്ന് കിട്ടി. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതാ വരുന്നു. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്കറിയാം 3 ആണ്. ആറ്റംസ് ഇൻ C എന്ന് പറഞ്ഞാൽ കാർബണിലെ ആറ്റങ്ങളാണെന്ന് പറയുമ്പോൾ 3. എന്താ കാരണം? 3CO2 എന്ന് പറഞ്ഞാൽ ഈ 3 എന്ന് പറഞ്ഞാൽ ആരാ? സിക്കും ഓയ്ക്കും ബാധകമാണ്. അപ്പോൾ 3 ഇൻറ്റു ഈ 1 എന്താണെന്നറിയോ? ഇവിടുത്തെ 1, സിയുടെ അടിയിലുള്ള 1. ഓക്കെ, അപ്പോൾ 3 കിട്ടി. ഇനി ഓക്സിജൻ്റെ കേസ് പറയുമ്പോൾ എന്ത് വരും? ഈ 3 ഇൻറ്റു ഓയുടെ അടിയിലുള്ള 2, ഈ 2 വേണ്ട, ഈ 2. അപ്പോൾ 3 × 2 6. ഇപ്പോൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 9 കിട്ടും. ആ 9 ആണ് എന്ത്? ഇതിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ ഇതേ രീതിയിൽ കാണാം നമ്പർ ഓഫ് ആറ്റംസ് കാണാനും അതേപോലെ തന്നെ മോളിക്യൂൾസിൻ്റെ കൗണ്ട് കാണാനും. ഓക്കെ, നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതാ ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്യണം. ഇപ്പോൾ HCl, അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ്, ഇവയുടെയൊക്കെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാമെന്ന് കരുതാം. അപ്പോൾ HClൻ്റെ കേസിൽ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 2 എന്ന് പറഞ്ഞാൽ H-നും Cl-നും കോമൺ ആണ്. അപ്പോൾ H-ൻ്റെ എണ്ണം ഇതും എങ്ങനെ വരും? 2 × 1 = 2 വരും. Cl-ൻ്റെ കേസ് എന്ത് വരും? 2 × 1 = 2 വരും. അപ്പോൾ ടോട്ടൽ എത്ര വരും? 4 വരും. 4 ആറ്റംസ് വരും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. എന്താ വരുന്നു? ഇതാ നോക്കിയോടാ, ഇതേ രീതിയിൽ നോക്കണം എല്ലാവരും കേട്ടോ. SO2 നോക്കി. SO2ൻ്റെ കേസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 4 ആണ് വരുന്നത്. 4 ഉണ്ട് കണ്ട. ഈ 4 എന്ന് പറഞ്ഞാൽ ആർക്ക് കോമൺ ആണ്? എസിനും ഓയ്ക്കും കോമൺ ആണ്. ദാറ്റ് മീൻസ് 4 മോളിക്യൂൾസ് നടത്തും. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? എസിൻ്റെ കേസിൽ നമ്പർ ഓഫ് സൾഫർ ആറ്റംസ് 4 × 1 വരാൻ കാരണം എന്താ? ഈ എസിൻ്റെ ഇടയിൽ 1 ഉള്ളൂ കണ്ടോ. എസിൻ്റെ ഇടയിൽ 1 ആണ്. അപ്പോൾ 4. ഓടെ കേസിലോ? ഓടെ കേസിൽ 2 ഉണ്ട് കേട്ടോ. 2 അല്ല വരുന്നത്. അപ്പോൾ 4 × 2 വരും. 4 × 2 = 8. ഇപ്പോൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. ഇതേ രീതിയിൽ വേണം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട്. അതേപോലെ തന്നെ എല്ലാം നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടും, പക്ഷേ എന്ത് കിട്ടില്ല? ചെയ്ത് നോക്കിയാൽ മാത്രമാണ് കറക്റ്റായിട്ട് ആൻസർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ വേറെ പറഞ്ഞാൽ ഇപ്പോൾ 4SO2ൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒന്നുകൂടി എഴുതി തരാൻ ശ്രദ്ധിച്ചോ. എസിൻ്റെ എണ്ണം പറയുമ്പോൾ എന്ത് വരും? 4 × 1 ഇവിടെ 1 ആണ്, 1 എഴുതി. അപ്പോൾ 4 എഴുതി. അതേപോലെ തന്നെ ഓടെ കേസ് എടുക്കുമ്പോൾ എന്ത് വരും? ഈ 4 ഉണ്ട്, ഈ 4 × എന്താ കാരണം? 2 കണ്ട, ഈ 2 ആ 2 ഗുണിക്കുക. അപ്പോൾ 3 കിട്ടും? 8 കിട്ടും. അപ്പോൾ തമ്മിൽ കൂടുമ്പോൾ 12 കിട്ടും. ഇതേ രീതിയിലാണ് ചെയ്തത് കേട്ടോ. ഇതേ രീതിയിൽ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് എന്തായാലും നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഉറപ്പാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്, അതായത് രാസപ്രവർത്തനം നടക്കുകയാണെന്ന് കരുതാം. ഇപ്പോൾ എക്സാമ്പിൾ ഇതാ. അപ്പോൾ ശ്രദ്ധിച്ചോടാ, C+O2 gives CO2. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതിക്കുന്നതാണ്. അതായത് ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, ഇവിടെ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അതായത് C+O2 കാർബണും ഓക്സിജനും ചേരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മുടെ കാർബൺ എന്ന് പറയുന്ന ആളും ഓക്സിജൻ എന്ന് പറയുന്ന ആളും തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടി? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. അപ്പോൾ കിട്ടിയ ആളിനെ നമ്മൾ പറയുന്ന പേര് പ്രോഡക്റ്റ് എന്നാണ് പറയുക കേട്ടോ. പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയും. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ദെൻ കാർബണും ഓക്സിജനും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? റിയാക്ടൻസ് എന്ന് പറയും, അഭികാരകം എന്ന് പറയും, അഭികാരകം. ഓക്കെ, അപ്പോൾ റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ കാർബൺ പ്ലസ് അല്ലെങ്കിൽ കാർബൺ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്ന് പറയാം. പക്ഷേ അങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാലും അങ്ങനെ പറയാമെന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഇതേപോലെ എഴുതി. അതായത് ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷനെ അവരുടെ സിംബൽസും അതേപോലെ തന്നെ കെമിക്കൽ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചുരുക്കി എഴുതി. അതിനെ പറയുന്ന പേരാണ് എന്ത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് കെമിക്കൽ ഇക്വേഷൻ ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അറ്റ് എ ഗ്ലാൻസ്.
ഒറ്റ നോട്ടത്തിൽ അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാം. ഇപ്പോൾ കാർബൺ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതി C+O2 ഗീവ്സ് CO2 എന്ന് എഴുതി. ഇത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണെന്ത് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്, ഇതാ വരുന്നു. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക, അടുത്ത് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. നോക്കിയാൽ കാർബൺ പ്ലസും അതേപോലെ ചുറ്റോട്ടോ കുറേ ഉണ്ട്. പിന്നെ എന്തായാലും നമുക്ക് Na+Cl ഗീവ്സ് NaCl, അതേപോലെ തന്നെ H+Cl ഗീവ്സ് HCl. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ പഠിക്കാനുള്ള കാര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനും നമ്പർ ഓഫ് ആറ്റംസ് കാണാനും കൃത്യമായി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ.